ഹായ് ഫ്രണ്ട്സ്, PSC പഠനം ലളിതം എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10th ലെവൽ പ്രിലിമിനറി എക്സാം അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പോർഷൻസാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിലെ സിലബസ് എല്ലാം ടോപ്പിക് വൈസ് അനുസരിച്ച് ആണ് ഇതിനകത്ത് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് എല്ലാവരും കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തൊരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡൗൺസ് പ്രക്രിയ എന്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്? എന്താണ്? സോഡിയം. സോഡിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയെ പറയുന്ന പേരാണ് ഡൗൺസ് പ്രക്രിയ. എന്താണ്? ഡൗൺസ് പ്രക്രിയ. അപ്പോൾ സോഡിയം നിർമ്മിക്കുന്ന പ്രക്രിയ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഡൗൺസ് പ്രക്രിയ. അപ്പോൾ ഡൗൺസ് പ്രക്രിയ എന്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? സോഡിയം എന്നാണ് ഉത്തരം. അപ്പോൾ ഡൗൺസ് പ്രക്രിയ സോഡിയം. സോഡ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ജസ്റ്റ് സോഡ എന്ന് പറയുമ്പോൾ സോഡിയം, ഡൗൺസ് പ്രക്രിയ സോഡ. അപ്പോൾ ഡൗൺസ് പ്രക്രിയ ഏതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്? സോഡിയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് സോഡ. അടുത്ത ക്വസ്റ്റ്യൻ, അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നത് എന്താണ്? മെർക്കുറി. എന്താണ്? അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. അതായത് മെർക്കുറിക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, ഒട്ടുമിക്ക ലോഹങ്ങളും ഖരാവസ്ഥയിലാണുള്ളത്. എന്നാൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു ലോഹം എന്ന് പറയുന്നത് ഏതാണ്? മെർക്കുറിയാണ്. അപ്പോൾ അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നത് എന്താണ്? മെർക്കുറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞളിൽ അടങ്ങിയ ആൽക്കലോയിഡ് എന്താണ്? കുർക്കുമിൻ. എന്താണ്? കുർക്കുമിൻ. മഞ്ഞളിൽ അടങ്ങിയ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സസ്യങ്ങളിലെല്ലാം എന്താണ് ഓയിൽ പോലെ അല്ലെങ്കിൽ എന്താണ് ഓയിലി ആയിട്ടുള്ള ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പം മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡിനെ പറയുന്ന പേരാണ് കുർക്കുമിൻ. എന്താണ്? കുർക്കുമിൻ. അപ്പോൾ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? കുർക്കുമിൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹെയ്സൻബർഗ്. ആരാണ്? ഹെയ്സൻബർഗ്. ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അല്ലെങ്കിൽ അൺസെർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. എന്താണ്? അനിശ്ചിതത്വ സിദ്ധാന്തം ഓർ അൺസെർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് ആരാണ്? ഹെയ്സൻബർഗ് ആണ്. ആരാണ്? ഹെയ്സൻബർഗ്. അപ്പോൾ അനിശ്ചിതത്വ സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ ആരാണ് ഉത്തരം? ഹെയ്സൻബർഗ് ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളണം. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണായി മാറാനുള്ള കഴിവ്, അതാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് സ്ഥിരമല്ലാത്ത മൂലകം, പെട്ടെന്ന് റിയാക്ഷനിൽ പങ്കെടുക്കും, അത്തരം മൂലകങ്ങളാണ് അസ്ഥിര മൂലകങ്ങൾ. അപ്പോൾ ഏതാണ്? ഫ്രാൻസിയം. ഏതാണ്? ഫ്രാൻസിയം. എന്നാൽ ഇതിനു മുന്നേ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചു. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം ഏതാണ്? ഓർമ്മയുണ്ടാർക്കെങ്കിലും? സീസിയം ആണ് ഉത്തരം. എന്താണ്? സീസിയം. അത് സ്ഥിര മൂലകമാണ്. ഇതെന്താണ്? അസ്ഥിര മൂലകമാണ്. അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം എന്ന് പറയുന്നത് എന്താണ്? ഫ്രാൻസിയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങൾക്ക് അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബെർസീലിയസ്. നമ്മൾ പഠിച്ചതാണ്. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ സമ്പ്രദായം കൊണ്ടുവന്ന ആരാണ്? ബെർസീലിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഓക്കെ. ഇപ്പോൾ മൂലകങ്ങൾക്ക് അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബെർസീലിയസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും. എന്താണ്? ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും.
അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും താഴെ 2 നിര കൊടുത്തിട്ടുണ്ട്. ആ നിരകളിലുള്ള മൂലകങ്ങളാണ് ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും. അവയുടെ ഇലക്ട്രോൺ പൂരണം അവസാനിക്കുന്നത് എഫ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആവർത്തന പട്ടികയിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് അവരുടെ പേരുകൾ എന്തൊക്കെയാണ്? ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും. അടുത്ത ക്വസ്റ്റ്യൻ, സൾഫൈഡ് അയിരുകളുടെ പ്രധാന സാന്ദ്രണ രീതി എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. നമ്മൾ അയിരുകളുടെ സാന്ദ്രണമൊക്കെ പഠിച്ചതാണ്. അപ്പോൾ പല അയിരുകൾക്കും പല രീതിയിലുള്ള സാന്ദ്രണമാണുള്ളത്. അപ്പോൾ സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതി എന്ന് പറയുന്നത് എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പോൾ സൾഫൈഡ് അയിരുകളുടെ പ്രധാനപ്പെട്ട സാന്ദ്രണ രീതി എന്ന് പറയുന്നത് എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന സെൽ എന്താണ്? കാസ്നർ കെൽനർ സെൽ. എന്താണ്? കാസ്നർ കെൽനർ സെൽ. നമുക്കറിയാം കുറേയധികം സംയുക്തങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങൾക്ക് ഉണ്ടാക്കുന്നത് വൈദ്യുതവിശ്ലേഷണം വഴിയൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ അതിലാണ് നമ്മൾ സെല്ലൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന സെൽ എന്ന് പറയുന്നത് എന്താണ്? കാസ്നർ കെൽനർ സെൽ. എന്താണ്? കാസ്നർ കെൽനർ സെൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തസമ്മർദ്ദ രോഗികൾ കറിവേപ്പിന് പകരം ഉപയോഗിക്കുന്നത് എന്താണ്? ഇന്ദുപ്പ്. എന്താണ്? ഇന്ദുപ്പ്. അതായത് ഈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ഉപ്പ് കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ അവർക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറിവേപ്പിന് പകരം, അതായത് നമ്മളെ കറിവേപ്പ് എന്ന് പറയുന്നത് NaCl ആണ്, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ അതിന് പകരം ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപ്പാണ് എന്ത്? ഇന്ദുപ്പ്. ഇതെന്താണ്? KCl. KCl എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ്. അതായത് സോഡിയം ക്ലോറൈഡിന് പകരം എന്തുപയോഗിക്കുന്നു? പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സോളിഡ് ഹാലോജൻ എന്നറിയപ്പെടുന്നത് എന്താണ്? അയഡിനാണ്. എന്താണ്? അയഡിൻ. സോളിഡ് ഹാലോജൻ എന്നറിയപ്പെടുന്നത് അയോഡിനാണ്. അതായത് ക്ലോറിനും ഫ്ലൂറിനും ഒക്കെ എന്താണ്? വാതകങ്ങളാണ്. ബ്രോമിൻ എന്ന് പറയുന്നത് ദ്രാവകമാണ്. പിന്നെ ഹാലോജനിലുള്ളത് ഏതൊക്കെയാണ്? അയഡിനും അസ്റ്റാറ്റിനും. അസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്, അസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സോളിഡ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ രൂപത്തിൽ കാണപ്പെടുന്നതാണ് എന്ത്? അയോഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡ് ഹാലോജൻ എന്നറിയപ്പെടുന്നത് അയോഡിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം എന്താണ്? കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. എന്താണ്? കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. ബ്ലീച്ചിങ് പൗഡർ എല്ലാവർക്കും അറിയാം അല്ലേ? വെള്ളമൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. അത് ആ സംയുക്തം എന്താണ്? അതായത് രാസപരമായി ഈ ബ്ലീച്ചിങ് പൗഡർ എന്താണ്? കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. പേര് മറന്നു പോകരുത്. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് എന്താണ്? ബ്ലീച്ചിങ് പൗഡർ. അടുത്ത ക്വസ്റ്റ്യൻ, ബാൻഡേജ്, പ്രതിമകൾ, മേൽക്കൂരകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ ബാൻഡേജ്, പ്രതിമകൾ, മേൽക്കൂരകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്? ഈ ജിപ്സത്തെ 125 ഡിഗ്രി വരെ സെൽഷ്യസ് ഡിഗ്രി വരെ ചൂടാക്കി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി നിർമ്മിക്കുന്ന പദാർത്ഥമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. അതായത് ബാൻഡേജും പ്രതിമകളും മേൽക്കൂരകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഈ പറയുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹം ഏതാണ്? ഇറിഡിയം. ഏതാണ്? ഇറിഡിയം. അതായത് വളരെ കാലം കേടുകൂടാതെ കിടക്കുന്ന ഒരു ലോഹമാണ് ഇറിഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹം ഏതാണ്? ഇറിഡിയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പെട്രോളിൽ ആൻറ്റി നോക്കിംഗ് ഏജൻറ്റായി ചേർക്കുന്നത് എന്താണ്? ലെഡാണ്. നമുക്കറിയുന്ന പലയിടത്തും കിട്ടുന്നത് ലെഡഡ് പെട്രോളിയം ആണ്. ഇത് എന്തിനാണ്? ആൻറ്റി നോക്കിംഗ് ഏജൻ്റായിട്ട്
ആണ് ഈ ലെഡ് ചേർക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാഡ്മിയം ലോഹവുമായി ബന്ധപ്പെട്ട രോഗം ഏതാണ്? ഇത്തായി. എന്താണ്? ഇത്തായി. ഇപ്പോൾ കാഡ്മിയവുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ അന്തരീക്ഷത്തിൽ കാഡ്മിയം ഒരുപാടുണ്ട്, അപ്പോൾ അത് ഉള്ളിൽ ചെന്നിട്ട് ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായി. എന്താണ്? ഇത്തായി. അടുത്ത ക്വസ്റ്റ്യൻ, ചുട്ടുപഴുത്ത സ്റ്റീലിനെ തണുത്ത വെള്ളത്തിലോ എണ്ണയിലോ മുക്കി പെട്ടെന്ന് തണുപ്പിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഹാർഡനിങ്. എന്താണ്? ഹാർഡനിങ്. അതായത് ഇത് സ്റ്റീലിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ വരുന്ന പ്രോസസ്സാണ്. ചുട്ടുപഴുത്ത സ്റ്റീലിനെ എന്ത് ചെയ്യും? പെട്ടെന്ന് തണുത്ത വെള്ളത്തിലോ എണ്ണയിലോ മുക്കി തണുപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാർഡനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗൺ മെറ്റലിൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ, ടിൻ, സിങ്ക്. ഇപ്പോൾ ഗൺ മെറ്റലിലെ ലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ, ടിൻ, സിങ്ക്. ഏതൊക്കെയാണ്? കോപ്പർ, ടിൻ, സിങ്ക്. അപ്പോൾ ലോഹസങ്കരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ അതിൽ ഗൺമെറ്റലാണ് പറയുന്നത്. ഗൺമെറ്റൽ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ലോഹസങ്കരമാണ്? കോപ്പർ, ടിൻ, സിങ്ക്. കോപ്പർ, ടിൻ, സിങ്കും കൂടി ചേർന്ന ഒരു ലോഹസങ്കരമാണ് ഗൺ മെറ്റൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അർജന്റം എന്ന ലാറ്റിൻ നാമത്തിൽ നിന്നുള്ള മൂലകം ഏതാണ്? നമ്മൾ പഠിച്ചതാണ് സിൽവർ അല്ലെങ്കിൽ വെള്ളി. അപ്പോൾ സിൽവർ അല്ലെങ്കിൽ വെള്ളിയുടെ ലാറ്റിൻ നാമമാണ് അർജന്റം. അടുത്ത ക്വസ്റ്റ്യൻ, സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷ്യം ഓക്സൈഡ്. എന്താണ്? ട്രിഷ്യം ഓക്സൈഡ്. ഹെവി വാട്ടർ എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ഓക്സൈഡാണ്. സൂപ്പർ ഹെവി വാട്ടർ എന്ന് പറയുന്നത് ട്രിഷ്യം ഓക്സൈഡ്. ഈ ഡ്യൂട്ടീരിയം, ട്രിഷ്യമൊക്കെ എന്താണ്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡൈനാമൈറ്റിൻ്റെ രാസനാമം എന്താണ്? ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ്. എന്താണ്? ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ്. അപ്പോൾ ഡൈനാമൈറ്റിൻ്റെ രാസനാമം എന്താണ്? ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ്. ഇതൊക്കെ കെമിസ്ട്രി ബേസിക്സ് ആണ്. ഇപ്പോൾ പ്രിലിമിനറി SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇത്തരം ബേസിക് ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ ഡൈനാമൈറ്റിൻ്റെ രാസനാമം എന്ന് പറയുന്നത് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു എന്താണ്? ഫോസ്ജീൻ. എന്താണ്? ഫോസ്ജീൻ. ക്ലോറോഫോം അറിയാം അല്ലേ? മയക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് രാസവസ്തുവാണ് ക്ലോറോഫോം എന്ന് പറയുന്നത്. ഈ ക്ലോറോഫോം നമ്മൾ വായുവിൽ തുറന്നു വെച്ചിരുന്നാൽ നമ്മുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുമായിട്ട് പ്രവർത്തിച്ച് അവിടെ ഉണ്ടാകുന്ന വിഷവസ്തുവാണ് ഫോസ്ജീൻ. എന്താണ്? ഫോസ്ജീൻ. ഓക്കെ. ഇപ്പോൾ ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു ഏതാണ്? ഫോസ്ജീൻ. അടുത്ത ക്വസ്റ്റ്യൻ, അലസവാതകങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി എത്രയാണ്? 0. കാരണം അലസവാതകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത്? 8 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ട് തന്നെ അലസവാതകങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റായ അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? കാർബൺ 12. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇതാണ് കാർബൺ 12ൻ്റെ ഭാരം അടിസ്ഥാനമാക്കിയാണ് മറ്റ് ആറ്റങ്ങളുടെ ഭാരം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റാണ് നമ്മൾ പഠിച്ചു. മറ്റ് എല്ലാ ആറ്റങ്ങളുടെയും ഭാരം അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള മൂലകം എന്ന് പറയുന്നത് എന്താണ്? കാർബൺ 12 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പൊട്ടാഷ് ഗ്ലാസ് ആണ്. എന്താണ്? ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ഗ്ലാസ് ആണ്. എന്താണ്? പൊട്ടാഷ് ഗ്ലാസ്. അപ്പോൾ ഹാർഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? പൊട്ടാഷ് ഗ്ലാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തേനീച്ച മെഴുകിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? സെറോട്ടിക് ആസിഡ്. എന്താണ്? സെറോട്ടിക് ആസിഡ്. നമുക്കറിയാം ഇപ്പോൾ എന്താണ് നാരങ്ങയിലും ആപ്പിളിലും ഒക്കെ ആസിഡുകൾ അടങ്ങിയിട്ടുള്ളത് പോലെ തേനീച്ച മെഴുകിലും എന്തുണ്ട്? ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആ ആസിഡിൻ്റെ പേരാണ് സെറോട്ടിക് ആസിഡ്. എന്താണ്? സെറോട്ടിക് ആസിഡ്. ഇപ്പോൾ തേനീച്ച മെഴുകിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? സെറോട്ടിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്? ലിഥിയം അയോൺ ബാറ്ററി.
എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്, പക്ഷേ അതിലെ ബാറ്ററി ഏതാണെന്ന് എത്ര പേർക്കറിയാം? അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്? ലിഥിയം അയോൺ ബാറ്ററി. ലിഥിയം അയോൺ ബാറ്ററി. എന്താണ്? ലിഥിയം അയോൺ ബാറ്ററി. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ത് ബാറ്ററിയാണ്? ലിഥിയം അയോൺ ബാറ്ററിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാർലിയിലെ പഞ്ചസാര എന്താണ്? മാൾട്ടോസ്. ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ പേരാണ് മാൾട്ടോസ്. ഇപ്പോൾ പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്താണ്? ലാക്ടോസ് എന്ന് പറയുന്ന പോലെ ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയെ എന്തെന്ന് പറയുന്നു? മാൾട്ടോസ് എന്ന് പറയുന്നു. ഓക്കെ. ഒരു സോപ്പിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകം എന്താണ്? TFM. എന്താണ്? TFM. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. TFM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ. എന്താണ്? ടോട്ടൽ ഫാറ്റി മാറ്റർ. നമ്മൾ ഈ സോപ്പ് മേടിക്കുമ്പോൾ സോപ്പിൻ്റെ കവറിൽ നോക്കിയാൽ മതി, അതിൽ TFM രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ TFM അനുസരിച്ചാണ് സോപ്പിൻ്റെ ഗുണനിലവാരം പറയുന്നത്. അപ്പോൾ സോപ്പിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? TFM. TFM എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫാറ്റി മാറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ചതുപ്പ് വാതകം അല്ലെങ്കിൽ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മീഥേൻ. എല്ലാവർക്കും അറിയാം. ചതുപ്പ് വാതകം അല്ലെങ്കിൽ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മീഥേൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഓർഗാനിക് സംയുക്തം എന്താണ്? യൂറിയ. എന്താണ്? യൂറിയ. അതായത് നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ജീവൻ ഉത്ഭവിക്കുന്നതിന് വേണ്ടി എന്താണ് ആ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംയുക്തമാണ് യൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലാബിനുള്ളിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഓർഗാനിക് സംയുക്തം, അതാണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഓർഗാനിക് സംയുക്തം എന്ന് പറയുന്നത് യൂറിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പെട്രോളിയത്തിൽ നിന്ന് വിവിധ ഘടകങ്ങൾ വേർതിരിച്ചിരിക്കുന്ന പ്രക്രിയ എന്താണ്? ആംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്രോളിയത്തിൽ നിന്ന് വിവിധ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? ആംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐസോട്ടോപ്പുകളുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് 1921 നൊബേൽ നേടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഫ്രെഡറിക് സോഡി. അപ്പോൾ ഐസോട്ടോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രെഡറിക് സോഡി. ആരാണ്? ഫ്രെഡറിക് സോഡി. എന്ന് നൊബേൽ പ്രൈസ് കിട്ടി? 1921 നൊബേൽ സമ്മാനവും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, കാപ്പിയുടെ pH മൂല്യം എത്രയാണ്? 5 ആണ് കാപ്പിയുടെ pH മൂല്യം. നമുക്ക് കുറേയധികം സാധനങ്ങളുടെ pH മൂല്യം പഠിക്കാനുണ്ട്. അതിൽ കാപ്പിയുടെ pH എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. എത്ര? 5. കാപ്പിയുടെ pH 5. അടുത്ത ക്വസ്റ്റ്യൻ, അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹേബർ പ്രക്രിയയിൽ ആവശ്യമായ ഊഷ്മാവ് എത്രയാണ്? 500 ഡിഗ്രി സെൽഷ്യസ്. അതായത് അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ എന്താണ്? ഹേബർ പ്രക്രിയയാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് എത്രയാണ്? 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ്? എത്രയാണ്? 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഹേബർ പ്രക്രിയയിലെ ഊഷ്മാവ് എന്ന് പറയുന്നത് എത്രയാണ്? 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിലെ 13ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത എത്രയാണ്? 3 ആണ്. അതായത് ആവർത്തന പട്ടികയിൽ 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അതായത് എന്താണ്? പി ബ്ലോക്ക് മൂലകങ്ങൾ എത്തുമ്പോഴത്തേക്കും അവയുടെ സംയോജകതയുടെ കൂടെ 10 കൂടി കൂട്ടുന്നതാണ് ഗ്രൂപ്പ് നമ്പർ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ എത്രയാണ്? 13 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 3നോടാണ് 10 കൂട്ടിയേക്കുന്നത് അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കിട്ടി. അപ്പോൾ സംയോജകത എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇപ്പോൾ 13ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത എത്രയാണ്? 3 ആണ്. ഇനി 14ാം ഗ്രൂപ്പ് ആണെങ്കിലോ എത്രനോടാ 10 കൂട്ടുന്നത്? 4നോടാ 10 കൂട്ടുന്നത്. അപ്പോൾ സംയോജകത എത്രയായിരിക്കും? 4 ആണ് സംയോജകത. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമായ ഇലക്ട്രോണിൻ്റെ ഭാരം എത്രയാണ്? 9.1 ഗുണം 10⁻⁻31 കിലോഗ്രാം. യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണ്? ഗ്രാമിലും കിലോഗ്രാമിലും ഒക്കെ തരാം. ഓക്കെ. അപ്പോൾ
9.1 ഗുണം 10⁻⁻31 കിലോഗ്രാം ആണ് എന്തിൻ്റെ ഭാരം? ഇലക്ട്രോണിൻ്റെ ഭാരം. അടുത്ത ചോദ്യം, ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടോൺ. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വെച്ചത് ആരാണ്? ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്. ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം, ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ മുന്നോട്ട് വെച്ചത് ആരാണ്? ലൂയിസ് ഡി ബ്രോഗ്ലി. ആരാണ്? ലൂയിസ് ഡി ബ്രോഗ്ലി. നേരത്തെ നമ്മൾ അനിശ്ചിതത്വ സിദ്ധാന്തം പറഞ്ഞു. ആരാണ്? ഹെയ്സൻബർഗ്. ഇവിടെ എന്താണ്? ദ്വൈത സ്വഭാവം. ദ്വൈത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കണികകളായിട്ടും പോകുന്നുണ്ട്, അതുപോലെ തരംഗ രൂപത്തിലും പോകുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് ദ്വൈത സ്വഭാവം. 2 സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആളാരാണ്? ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഓർബിറ്റിൽ അല്ലെങ്കിൽ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2n². നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? ഓർബിറ്റിൻ്റെ നമ്പറാണ്. അപ്പോൾ ഒരു ഓർബിറ്റിൽ അടങ്ങുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? 2n² ആണ് ഇക്വേഷൻ. ആ 2n² n എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പറാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺ ആ ഷെല്ലിൽ ഉൾക്കൊള്ളുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഏതാണ്? ഓക്സിജൻ. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഓക്സിജൻ ആണ് ഉത്തരം. ആദ്യത്തെ മൂലകമാണെങ്കിലോ? നൈട്രജൻ ആണ് ഉത്തരം. അപ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം ഏതാണ്? സൾഫർ. നമുക്കറിയാം, ഉള്ളി മുറിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും ഇല്ലേ? അതെന്തുകൊണ്ടാണ്? കണ്ണ് നീറുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കണ്ണ് നീറാൻ കാരണമായ മൂലകം ഏതാണ്? സൾഫർ ആണ്. എന്താണ്? സൾഫർ. അപ്പോൾ ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? സൾഫർ ആണ്. ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഉള്ളിയിൽ എന്ത് മൂലകമാണുള്ളതെന്നല്ലേ? മിക്ക യൂട്യൂബ് ചാനലിലും അതുണ്ട്. എന്താണ്? ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ചാനലുകളിൽ. അപ്പോൾ ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം ഏതാണ്? സൾഫർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ജെ തോംസൺ. നമ്മൾ പഠിച്ചു അല്ലേ? ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ എന്താണെന്നൊക്കെ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലം പുഡിംഗ് മോഡൽ തയ്യാറാക്കിയത് ആരാണ്? ജെ തോംസൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിൽസൺ രോഗം ഏത് മൂലകത്തിൻ്റെ ആധിക്യവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? കോപ്പർ അല്ലെങ്കിൽ ചെമ്പ്. അതായത് നമ്മുടെ ശരീരത്തിൽ കോപ്പറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ശരീരത്തിൽ അവിടെ എവിടെയായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് വിൽസൺ രോഗം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ മിനറൽസ് നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല? അത് നമ്മുടെ ശരീര പ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല. പകരം ഈ കൂടുതലുള്ളത് ശരീരത്തിൽ അവിടെ എവിടെയായിട്ട് നിക്ഷേപിക്കാൻ തുടങ്ങും, ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുന്ന രോഗം, അതായത് ചെമ്പ് അങ്ങനെ നിക്ഷേപിച്ച് ഉണ്ടാകുന്ന രോഗമാണ് വിൽസൺ രോഗം. എന്താണ്? വിൽസൺ രോഗം. ഇപ്പോൾ വിൽസൺ രോഗം ഏത് മൂലകത്തിൻ്റെ ആധിക്യവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? കോപ്പർ അല്ലെങ്കിൽ ചെമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിലെ 6ാമത്തെ പീരീഡിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളുടെ എണ്ണം എത്ര എണ്ണമുണ്ട്? 32 എണ്ണമുണ്ട്. നമ്മളത് പഠിച്ചതാണ്. ഓരോ പീരീഡിലും എത്ര മൂലകങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ 6ാമത്തെ പീരീഡിൽ എത്ര മൂലകങ്ങളുണ്ട്? 32 മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സൂപ്പർ ഹാലോജൻ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ഫ്ലൂറിൻ. എന്താണ്? സൂപ്പർ ഹാലോജൻ. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു സോളിഡ് ഹാലോജൻ എന്തായിരുന്നു? അയോഡീൻ ആയിരുന്നു. ഇതെന്താണ്? സൂപ്പർ ഹാലോജൻ എന്നറിയപ്പെടുന്നത് ഫ്ലൂറിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 92. അപ്പോൾ യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 92 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജ്വലനത്തെ തടയുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അതിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് CO2 ആണ്. അപ്പോൾ ജ്വലനത്തെ തടയുന്ന വാതകം ഏതാണ്?
കാർബൺ ഡൈ ഓക്സൈഡാണ്. അതേസമയം കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ് അല്ലേ? അപ്പോൾ ഓക്സിജൻ്റെ നേരെ വിപരീത രീതിയിലുള്ള പ്രവർത്തനമാണ് ആർക്കുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡിനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നെല്ലിൽ അടങ്ങിയ ആസിഡ് ഏതാണ്? ഫൈറ്റിക് ആസിഡാണ്. നെല്ലിൽ അടങ്ങിയ ആസിഡ് ഏതാണ്? ഫൈറ്റിക് ആസിഡ്. എന്താണ്? ഫൈറ്റിക് ആസിഡ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരെണ്ണം പറഞ്ഞ എന്താണ്? തേനീച്ച മെഴുകിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് എന്തായിരുന്നു? സെറോട്ടിക് ആസിഡാണ്. ഇതെന്താണ്? നെല്ലാണ്. നെല്ലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫൈറ്റിക് ആസിഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാരങ്ങ വെള്ളത്തിൻ്റെ pH മൂല്യം എത്ര? 2.4. എന്താണ്? എത്രയാണ്? 2.4. അതായത് അസിഡിറ്റി കൂടിക്കൂടി വരികയാണ് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞത് കാപ്പിയായിരുന്നു. കാപ്പിയുടെ pH എത്രയാണ് പറഞ്ഞത്? 5 ആണ് പറയുന്നത്. എത്രയാണ്? 5 ആണ് പറയുന്നത് കാപ്പിയുടെ pH. അതേസമയം ഇവിടെ എന്താണ് പറയുന്നത്? നാരങ്ങ വെള്ളത്തിൻ്റെ pH ആണ് പറയുന്നത്. എത്രയാണ്? 2.4 ആണ് നാരങ്ങ വെള്ളത്തിൻ്റെ pH. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.